അപ്പം ഈ കറി നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സുഹൃത്തുക്കളെ. അടിപൊളി കറിയാണ് ഇത്. നമ്മൾ പരിപ്പ് ഇല്ലാതെ സാമ്പാർ വെക്കുന്നതാണ് ഇത്. അപ്പം ഇതൊന്ന് കണ്ടാലോ. അപ്പം ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ സുഹൃത്തുക്കളെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറാണേ. സ്പെഷ്യൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വെക്കുന്നത് ഒന്ന് കാണിക്കാം. അതായത് നമ്മുടെ പരിപ്പിടാതെ വെക്കുന്നതാണ്. എല്ലാവരും പരിപ്പിട്ടല്ലേ സാമ്പാർ വെക്കുന്നത്, പരിപ്പിടാതെ വയ്ക്കുന്നവരും ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണെന്നാ ഈ പരിപ്പിടാത്ത സാമ്പാർ വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് വേണം കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് വേണം. ഒരു സവാള, സാമ്പാറിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം പച്ചമുളക്, കോവയ്ക്ക, തക്കാളി, വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, അങ്ങനെ എല്ലാ എങ്ങാമാരും ഉണ്ട്. അപ്പം അപ്പം ഇതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. പാത്രം ഇച്ചിരി വലുതാണ്, കുഴപ്പമില്ല. അപ്പം പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റീൽ പാത്രമാണ് കേട്ടോ, അതുകൊണ്ട് ചിലപ്പം എന്താവും അറിയത്തില്ല. ചൂടാകുമ്പോൾ ചില പാത്രങ്ങളൊക്കെ പൊട്ടും. എനിക്ക് പേടിയുണ്ട്, ഇനി അങ്ങനെ പൊട്ടുമെന്നൊരു പേടി. ചൂടാകുമ്പോൾ ഈ മൂട്ടിൽ നിന്നൊരു സൗണ്ട് വരുമല്ലോ, അതാണ് ഞാൻ പൊട്ടുമെന്ന് ഉദ്ദേശിച്ച കേട്ടാ. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. തീ കൂടുതലാണ്. ഈ സ്റ്റീലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുക കയറും. ഇവിടെ വേറെ ചീനച്ചട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഫോണൊരു വഴിക്ക് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഞുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തക്കാളി നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. തക്കാളി അതുകൊണ്ട് ഞാൻ ഞുറുക്കിയില്ല. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവേ. അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറിന് എന്തൊക്കെയാണ് ഇടുന്നത് അതെല്ലാം അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇതൊന്ന് വഴറ്റണം കേട്ടോ. ഇച്ചിരി ഒരു 10 മിനിറ്റോളം ഒരുമാതിരി ഒന്ന് വഴറ്റണം. ഒരു നല്ല വഴൽ പരുവാണ്. ഇച്ചിരി തീ വിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതെ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വഴളും. ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അന്നേരം ഇപ്പോൾ ഇച്ചിരി എളുപ്പം അങ്ങ് വഴന്ന് കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് ചോറിനും നമ്മുടെ ഇഡലി, ദോശ, എല്ലാത്തിനും ഉപയോഗിക്കും. എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ, ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ. പരിപ്പിടുമ്പോൾ എല്ലാവർക്കും ഗ്യാസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരിപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ സാമ്പാർ വെച്ച് കൂട്ടാം. ഒന്നും ഇവിടെ ആണെങ്കിൽ അപ്പച്ചന് പരിപ്പിട്ട സാമ്പാർ അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കും പരിപ്പ് അത്ര ഒരു ഗ്യാസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് തന്നെയല്ല, എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഈ തൊമരയിടാത്ത സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്കൂടെ അത് ആർക്കേലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം ആ പച്ചക്കറിക്കകത്ത് വെള്ളം എല്ലാം ഇറങ്ങുന്നു.
പച്ചക്കറിക്കകത്ത് വെള്ളം എല്ലാം ഇറങ്ങണം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴന്ന് തുടങ്ങി കേട്ടോ, വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളം ആയതുകൊണ്ട് വെള്ള പച്ചക്കറിയല്ല, എന്ന് വെച്ചാൽ വെള്ളരിക്ക, കുമ്പളങ്ങ അതെല്ലാം ഒരു വെള്ളത്തിൻ്റെ മയം ഉള്ളതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വഴന്ന് കിട്ടത്തില്ല. അപ്പം നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ. തക്കാളി നേരത്തെ ഇട്ടാൽ തക്കാളി കിടന്ന് കുഴഞ്ഞ് ഇതായിപ്പോവും. അതുകൊണ്ടാണ് തക്കാളി നേരത്തെ ഞാൻ ഇടാഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കുഴയുന്ന ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങോട്ട് ഇടാം. തക്കാളി അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല വഴന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം, പൊടികളൊക്കെ. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാവേ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. 5 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ, തീരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം അടച്ചു വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. പൊടികളൊക്കെ ഇട്ടേക്കണോണ്ട് ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വെള്ളം എല്ലാം ഇറങ്ങി വരും. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് അടച്ച് ഭയങ്കര സൗണ്ട്. ഇത് അടച്ച് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പൊടിയൊക്കെ ഈ കഷ്ണത്തിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ചോറിനൊക്കെ കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പുളിവെള്ളം ആവശ്യത്തിന്, പുളിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന്. ഇഡലിയുടെ കൂട്ടല്ല, ഇഡലിയും ദോശയും തിന്നുന്നത് പോലെയല്ല, ചോറിനാകുമ്പോഴേ ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കാണും. ഇഡലിക്കൊന്നും അത്രയും വേണ്ട, ചിലർക്ക് പുളിയൊക്കെ കൂടുതൽ വേണ്ടിയവരുണ്ടാവും. അപ്പം അതനുസരിച്ച് ഇടാം. ചോറിനാകുമ്പോൾ ഇച്ചിരി പുളിയും ഉപ്പും ഒക്കെ കൂടുതൽ നിന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. കഷ്ണം എല്ലാം ഒരുമാതിരി വെന്തതാണ്. അപ്പോൾ ഇതിൽ കട്ടിയുള്ള ഉരുളക്കിഴങ്ങും അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങ് വേണ്ടുന്നവർക്ക് ഇടാം, ഞാനിട്ടിട്ടില്ല. അപ്പം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടി നമ്മൾ സാമ്പാർ പോലെ അല്ലല്ലോ, ഇച്ചിരി ലൂസാക്കി വെക്കുന്ന ഒരു കറിയായിട്ടൊക്കെ ഒഴിക്കുന്നതാണ്. നമ്മൾ ചോറിനകത്തൊക്കെ കറിയായിട്ട് ഒഴിക്കത്തില്ല. അപ്പോൾ അത് ലൂസായിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ, കട്ടിക്കാണെങ്കിൽ കട്ടിക്ക് വയ്ക്കാം,
ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കായപ്പൊടിയാണ് ഇനി ഇടാനുള്ളത്. അപ്പം ഞാൻ കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു. കായം വീഴുന്നില്ല. കായം വീഴാനെ കൊണ്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ തന്നെയാണ് കേട്ടോ. സാമ്പാറിന് ചേർക്കുന്ന പൊടികൾ തന്നെയാണ്. പരിപ്പ് മാത്രമില്ല. പിന്നെ നമ്മൾ വഴറ്റിയാണ് വെക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് വെന്തിട്ട് വരട്ടെ. നമുക്ക് അടച്ചു കൊടുക്കാവേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. അപ്പം നമ്മൾ കറിയെല്ലാം സെറ്റായി. ഇതാണ് നമ്മുടെ തൊമരയെന്ന് പറഞ്ഞാൽ പരിപ്പിടാത്ത സാമ്പാർ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് കൊഴുപ്പാക്കാം. എന്ന് വെച്ചാൽ ഇച്ചിരി പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേന് കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊഴുപ്പൊക്കെ ആക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ ചേമ്പ് അതൊക്കെ ഇടുമ്പോഴത്തേന് കൊഴുപ്പാവും. ഉരുളക്കിഴങ്ങ് ഇട്ടാലും കൊഴുപ്പാവും. പക്ഷേ എനിക്ക് കൊഴുക്കാത്ത സാമ്പാറാണ് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ ചോറിലൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഒരു കറിയായിട്ട് കൂട്ടാനല്ലേ. അപ്പോൾ ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനുമാണ് ഇത് ബെസ്റ്റ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തിനു വേണമെങ്കിലും കൂട്ടാം. ചപ്പാത്തിക്കോ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഇന്നതിനൊന്നും അങ്ങനെയില്ല. അപ്പം ഇനി നമുക്ക് നമ്മുടെ കറിയെല്ലാം റെഡിയായി. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് അടുത്ത് കടുക് താളിക്കാവേ. അപ്പം കടുക് താളിക്കാൻ ഞാൻ 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തൊമരയിടാത്ത സാമ്പാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, വെക്കാനും എളുപ്പമാണ്. നമുക്ക് തൊമരയൊന്നും വേവിക്കേണ്ട സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ. ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെന്താണ്, അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സപ്പോർട്ടൊക്കെ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.